ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ എന്നുള്ളത് ബാംഗ്ലൂരാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ദിവസമായി ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കർണാടക സ്റ്റേറ്റ്, കേരളത്തിൽ നിന്ന് നമ്മൾ കർണാടക സ്റ്റേറ്റിൽ കിടക്കുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടെ എൻട്രി ഫീസ് കൊടുക്കണം. 20 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ മുത്തങ്ങ വഴിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ മുത്തങ്ങ വഴി വരുമ്പോൾ അവിടെ എൻട്രി ഫീസ് 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുന്നത്. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ മടങ്ങി പോകുന്ന സമയത്തും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി ഫീസ് കൊടുക്കണം. എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റ് കൂടെ കയറിയിട്ട് നമ്മൾ കേരളത്തിൽ പ്രവേശിക്കുന്നത്. അതേ സമയത്ത് ഇവർ കർണാടക രജിസ്ട്രേഷൻ വരുന്ന വണ്ടികൾക്കൊന്നും ഇവർ ഈ എൻട്രി ഫീസ് വാങ്ങുന്നില്ല കേട്ടോ. കേരള വണ്ടിക്ക് മാത്രമാണ് വാങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സംശയിച്ച് പോവുക. കാരണം ഇതുപോലെ നമ്മുടെ നാടുകാണി ചുരം വഴി നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഇതേപോലെ തമിഴ്നാട് എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഈ കർണാടക സ്റ്റേറ്റ് വണ്ടി അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് വണ്ടിയൊക്കെ കേരളത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീസ് വാങ്ങുന്നില്ല എന്നുള്ള എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ എന്തുകൊണ്ട് വാങ്ങിക്കൂടാ? അവർക്ക് മാത്രം ഒരു സൗജന്യം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടികൾക്കൊക്കെ അവർ എൻട്രി ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തിരിച്ച് അവർ കർണാടക രജിസ്ട്രേഷൻ വണ്ടി അല്ലെങ്കിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു എൻട്രി ഫീസ് വാങ്ങിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇത് ഈ അതർ സ്റ്റേറ്റ് ഒക്കെ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ എന്തിനാണ് അവർക്ക് മാത്രം നമ്മൾ സൗജന്യം ചെയ്ത് കൊടുക്കുന്നത്? പാവപ്പെട്ട കേരളത്തിലുള്ള ആളുകളെ തന്നെ നികുതിയായിട്ടും പല ക്യാമറ അങ്ങനെ പല സംഗതിയായിട്ട് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെ തന്നെ കേരള സർക്കാർ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ മാത്രം ഇങ്ങനത്തെ ഒരു നിലപാട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ചോദിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ആ ഒരു എന്തുകൊണ്ട് ഇവർ എൻട്രി ഫീസ് വാങ്ങുന്നില്ല എന്നുള്ളത്. കാരണം നമ്മുടെ അടുത്ത് നിന്ന് ഈ രണ്ട് സ്റ്റേറ്റും നമ്മുടെ അടുത്ത് നിന്ന് എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് അതിനേക്കാളും ഒരുപാട് പ്രശ്നങ്ങളാണ്. അവിടെ ചെക്കിങ്, ഇവിടെ ചെക്കിങ്, ആവശ്യമില്ലാതെ കുറേ സംഭവങ്ങൾ, ആവശ്യമുള്ളതുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.